ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാകുന്നു. നമ്മെയും നമ്മുടെ ഏതവസ്ഥകളെയും ദൈവം അറിയുന്നു. നമ്മുടെ മനസ്സിലെ നിരൂപണങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ എല്ലാം ദൈവം അറിയുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ലല്ലോ. പാപം ചെയ്തപ്പോൾ ആദാമും ഹൗവയും ദൈവത്തെ ഭയപ്പെട്ടു മരത്തിൻ മറവിൽ ഒളിച്ചിരുന്നതായി നാം വായിക്കുന്നു. യഹോവ പതിവ് പോലെ അവരോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചു തോട്ടത്തിലേക്ക് വന്നു. ആ കണ്ണുകൾ അവരെ തേടിക്കൊണ്ട് ചോദിച്ചു, നീ എവിടെ? തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത് വചനം. നാം ചെയ്യുന്ന ഓരോ പാപവും നമ്മെ തിരുസന്നിധി വിട്ട് ഓടി ഒളിക്കുവാൻ കാരണമാക്കുന്നു. പാപം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉതിരുകയില്ല. പാപം നമ്മെ ദൈവവചനത്തിൽ നിന്നും അകറ്റുന്നു. പാപം മൂലം ദൈവസന്നിധി വിട്ട് നാം അകന്നു പോയാലും ഒരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. നീ എവിടെ എന്ന ചോദ്യവുമായി നമ്മുടെ പിന്നാലെ കരുണാമയനായ ദൈവം തേടി വരും. അവനെ മറഞ്ഞ് നമുക്കൊന്നും സാധ്യമല്ല. അവൻ എല്ലാം കാണുന്നു. അതുകൊണ്ട് ദാവീദ് ഇപ്രകാരം പറഞ്ഞു, 139 സങ്കീർത്തനം അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കേയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. കരുണാമയനായ ദൈവം നമ്മെ തേടി വന്ന് ചോദിക്കുന്നു, മകനെ, മകളെ, നീ എവിടെയാണ്? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യം, നീ ഇപ്പോൾ എവിടെയാണ്? ഏതെങ്കിലും രഹസ്യ പാപങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെട്ട് നിന്റെ മുഖം എനിക്ക് കാണാതെ വണ്ണം അകന്നു എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയാണോ? ഏത് അശുദ്ധിയുടെ മറവിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? ദ്രവ്യാഗ്രഹമാണോ? മദ്യപാനമാണോ? മറ്റേതെങ്കിലും പറയാൻ പറ്റാത്ത പാപങ്ങളാണോ ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? അതോ കോപവും ഈർഷ്യയും അഹങ്കാരവും നിരാശയും ദുഃഖവും പിണക്കവുമാണോ? സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവം നമ്മോട് പറയുകയാണ്, നിന്നെ തേടി വന്നതുകൊണ്ട് എൻ്റെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ടു. നിന്നെ തേടി വന്നതുകൊണ്ട് എൻ്റെ വിലാപ്പുറത്തെ കുത്തുകൊണ്ടു. നിന്നെ തേടി വന്നതുകൊണ്ട് എൻ്റെ ചങ്ക് പിളരേണ്ടി വന്നു. നിന്നെ തേടി വന്നതുകൊണ്ട് അവസാനതുള്ളി രക്തം വരെ എനിക്ക് ഊറ്റി നൽകേണ്ടി വന്നു. ഇന്നും നിന്നെ തേടി തേടി ഞാൻ അലയുന്നു. ഇന്നും എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. മകനെ, മകളെ, ഇനിയും രഹസ്യ പാപങ്ങളാൽ ഒളിഞ്ഞിരിക്കേണ്ട. യേശു പറയുന്നു, മറനീക്കി പുറത്തു വരൂ, കാരണം നിന്റെ പാപങ്ങളെല്ലാം ഞാൻ തോളിലേറ്റെടുത്തു. ഇനി മനസ്സിൽ യാതൊരു ഭാരവും പാപവും നീ വഹിക്കേണ്ട. സകല പാപങ്ങളെയും തിരുസന്നിധിയിൽ കഴുകാം. നമുക്ക് കരുണയ്ക്കായി ആ തിരുസന്നിധിയിൽ വീണുകൊണ്ട് പറയാം. 139 സങ്കീർത്തനം അതിൻ്റെ 23-ഉം 24-ഉം വചനങ്ങൾ: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയങ്ങളെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ:
രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com